ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. പക്ഷേ അതുണ്ടാക്കി വന്നപ്പോഴത്തേക്കും എനിക്കൊരു അബദ്ധം പറ്റിയേ. ഒരു വിധത്തിൽ ഞാനതൊക്കെ ശരിയാക്കി എടുത്ത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രഷായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. പീസിൽ നിന്ന് തന്നെ പൊളിച്ചെടുക്കില്ലേ നമ്മൾ, അതുപോലത്തെയാണ്. ഇത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിടിയോളം മല്ലിയില കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം നമ്മൾ മല്ലിയിലയും പീസും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ജാറിലേക്ക് തന്നെ ഒരു സ്പൂണോളം അവിൽ നമ്മൾ കുതിർത്ത് വെച്ചിരുന്നതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പോളം റവയും കൂടി ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ പകുതി ഇട്ടിട്ടുള്ളൂ, ഇത് മുഴുവനും നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. ഇപ്പം അത് മുഴുവനായിട്ട് അരച്ച് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കുഴച്ച് വയ്ക്കണം. ഇപ്പം ഇത് കുഴച്ചൊക്കെ വച്ചിട്ടുണ്ട്, നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇവിടെയാണ് കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയത്. അത് നമുക്ക് വഴിയെ കാണാം. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് ഇനി ഇത് ഒരു സവാള അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. അതൊന്ന് വാടി വന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ഒന്ന് വേഗണവരെ നമുക്ക് വഴറ്റണം. ഇപ്പോൾ ക്യാരറ്റും സവാളയൊക്കെ കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ചൊരു കാക്കപ്പോളം മുളപ്പിച്ച പയറാണ്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ആ പച്ച ചുവയ്ക്കില്ലേ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉപ്പ് പോരെന്ന് പറഞ്ഞാൽ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അവനവൻ്റെ ആവശ്യത്തിനുള്ള എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് എടുത്ത് നോക്കാം നമുക്ക്. ഇവിടെയാണ് എനിക്ക് അബദ്ധം പറ്റിയത്. കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചരച്ച് പോയി, ആ മല്ലിയിലയും നമ്മുടെ പീസും കൂടെ. അപ്പോൾ ഇത്തിരി വെള്ളം കൂടിപ്പോയി. ഇപ്പോൾ നമ്മുടെ റവയും അതും ഇട്ടിട്ട് ഇത് ശരിക്കും നമുക്ക് ഉരുട്ടിയെടുക്കണ പരുവത്തിൽ വേണം ആക്കാൻ. അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി എനിക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇടേണ്ടി വന്നു. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ടപ്പോഴേക്കും നമ്മുടെ പലഹാരത്തിൻ്റെ കളറ് മാറി, ഇല്ലെങ്കിൽ നല്ല ഗ്രീൻ കളറായിരുന്നേനെ. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റി. കാരണം അത് വെള്ളം ഒഴിക്കാണ്ട് അരച്ചാൽ മതിയായിരുന്നു. അപ്പോൾ കറക്റ്റായി കിട്ടിയാൽ നമുക്ക് അതിലേക്ക് തന്നെ ആ റവയും അവിലും ഒക്കെ ഇട്ട് അങ്ങനെ അരച്ചെടുത്താൽ മതിയായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ടൊന്ന് പരത്തിയെടുക്കണം. കുഴച്ചെടുത്തത് കാണിക്കാൻ ഞാൻ മറന്നു. ഇതുപോലെയാണ് കുഴച്ചൊക്കെ എടുത്തത്. ഇപ്പം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മിക്സ് കുറേശ്ശെയായിട്ട് വെച്ച് കൊടുക്കാം.
ഈ മിക്സ് എല്ലാം വച്ചതിന് ശേഷം ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി ആ സൈഡൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ഇഡ്ഡലി പാത്രത്തിൽ നേരത്തെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ഓരോന്നായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് തുറന്ന് നോക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്നാക്ക്. അബദ്ധം പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ നല്ല ഗ്രീൻ കളർ തന്നെ കിട്ടിയാൽ കാണാനും ഭംഗിയുണ്ടായിരുന്നാണ്. എങ്ങനെ പറ്റിയെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.